മാതാവിൻ്റെയും ഈശോൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് കോടി കോടി നന്ദി. എൻ്റെ പേര് ദീപ. എൻ്റെ മകന് വേണ്ടിയാണ് ഉടമ്പടി ആദ്യമായിട്ട് ഇവിടെ വന്നെടുക്കുന്നത്. എൻ്റെ മകൻ ശ്രീരാജ് സോമൻ. 2022 ആണ് ജൂലൈ 17 ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെപ്പറ്റി കേട്ടത് അവൻ്റെ ഫ്രണ്ടിലൂടെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എൻ്റെ മകൻ MBBS ഫസ്റ്റ് ഇയർ ചേർന്ന് കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഇയറിലെ എക്സാമിന് അവന് ഒരു പേപ്പറിന് മാർക്ക് കുറവായിരുന്നു, പോയി എക്സാം. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ശക്തമായ പ്രാർത്ഥനയായിരുന്നു. ജപമാല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, യൂട്യൂബിലെ എല്ലാ ടോക്കും എല്ലാം കാണാൻ തുടങ്ങി. അതിശക്തമായ പ്രാർത്ഥനയുടെ ഫലമായി അവൻ ഫസ്റ്റ് ഇയറിലെല്ലാം സബ്ജക്റ്റിനും പാസ്സായി. ഇപ്പം ഫൈനൽ ഇയറായി. ഉടമ്പടി ഞാൻ പുതുക്കിക്കൊണ്ടേയിരുന്നു. അവന് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മംഗലാപുരത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം ഇവിടെ 2ാമത്തെ ദിവസം തന്നെ കൃപാസനത്തിൽ വരും, വന്ന് പ്രാർത്ഥിക്കും, മുട്ടയിലഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോവും. ഇപ്പം എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നു. അന്നേരം അവനിവിടെ വന്നായിരുന്നു. പിന്നെ 2 ദിവസമായുള്ള റിസൾട്ട് അറിഞ്ഞിട്ട് ഇനിയിപ്പം അടുത്ത ആഴ്ച ഹൗസ് സർജൻസിക്ക് പോകണം. എക്സാമിന് പോയപ്പം ഫസ്റ്റ് ഇയർ മുതലേ അവന് ഒരു ഉടമ്പടി എടുത്തായിരുന്നു. ഫസ്റ്റ് ഇയർ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ 3 കൂടെ വന്ന് ഉടമ്പടി എടുത്തു. കാശ് രൂപം എപ്പോഴും അവൻ്റെ കഴുത്തിൽ തന്നെയായിരുന്നു. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഉടമ്പടി തൈലം പുരട്ടാറുണ്ടായിരുന്നു ദിവസവും. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണേ. അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരെ വന്നൊരു സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തന്നതിന് കോടി കോടി നന്ദി. ജപമാല മുടങ്ങാതെ ജപമാല ചൊല്ലും. ജപമാല മുട്ടയിൽ നിന്ന് തന്നെ വിശ്വാസ പ്രമാണം എല്ലാം 33 തവണ മുട്ടയിൽ നിന്ന് ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എല്ലാം ഉപയോഗിച്ചു. എല്ലാത്തിനും ഫലപ്രാപ്തി തന്നു അമ്മ മാതാവ് ഈശോയും. പിന്നെ എനിക്ക് ഒരു ഷോൾഡറിനൊരു പെയിൻ ഉണ്ടായിരുന്നു. ഷോൾഡർ ഫ്രീസായി പോയിരുന്നു എൻ്റെ. ഒരു 7-8 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് നടത്തി. പിന്നെ ന്യൂറോയുടെ ഡോക്ടറെ, ഓർത്തോയുടെ എല്ലാം കണ്ടിരുന്നു. പക്ഷേ ഒന്നും ഒരു ഫലവും കണ്ടില്ല. പിന്നെ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. എനിക്ക് ഡ്രസ്സ് പോലും ഇടാനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അതെല്ലാം അമ്മ മാതാവ് ഈശോ മാറ്റി തന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് 4 വർഷത്തിൽ കൂടുതലായി വിൽക്കാനായിട്ട് അതിങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനുവേണ്ടി അത് വിൽക്കാൻ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം ഈ ഇടയ്ക്ക് ആ വസ്തുവും എല്ലാം വിൽക്കാനിടയായി. അതിന് അമ്മ മാതാവിനോടും ഈശോയോടും കോടി നന്ദി. അവിടുന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തരുന്നുണ്ട്. എല്ലാത്തിനും കോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കുക, വീടുകളിൽ പത്രം കൊടുക്കും. പിന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തിക സഹായം കഴിവിൻ്റെ അനുസരിച്ച് ചെയ്യാറുണ്ട്. ജീവനുള്ള കാലം അത്രയും അമ്മ മാതാവിനും ഈശോയും വിശ്വാസത്തിൽ ജീവിക്കും. എൻ്റെ പേര് ശ്രീരാജ് സോമൻ. ഞാൻ 2022 കൃപാസനത്തിനെ പറ്റി എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിയുന്നത്. ആ വർഷം തന്നെ ഞാൻ ഇവിടെ വന്നു ഒരു ഉടമ്പടി എടുക്കുകയും അതിനെ സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം പിന്നെ കാശ് രൂപം ധരിക്കാനും തുടങ്ങി. അതിനുശേഷം ഞാൻ രാവിലെയുള്ള പ്രെയറും എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിന് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എനിക്ക് ഫസ്റ്റ് ഇയറിൽ കുറച്ച് പാടായിരുന്നു. സബ്ജക്ട്സൊക്കെ പുതിയ സബ്ജക്ട്സ്, ഇപ്പോൾ അങ്ങനെ കുറച്ച് പാടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ MBBS ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ എഴുതിയ MBBSൻ്റെ എൻ്റെ ഫസ്റ്റ് ഇയർ പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. അമ്മ മാതാവിൻ്റെയും ഈശോയിൻ്റെ അനുഗ്രഹം കാരണമാണ് എനിക്ക് സാധിച്ചത്. ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടായിരുന്നു എൻ്റെ ദിനചര്യകളും എല്ലാം തുടങ്ങിയിരുന്നത്.
പിന്നിപ്പോൾ ഇത്രയും വർഷം കടന്നുപോയി. ഞാൻ ഫൈനൽ ഇയർ എക്സാം ക്ലിയറായി. അത് ക്ലിയർ ആകുന്നവരെ എന്നെ രക്ഷിച്ച് എന്നെ താങ്ങി ഇവിടെ വരെ കൊണ്ടുവന്ന അമ്മ മാതാവാണ്. ഇതൊന്നും എൻ്റെ കഴിവല്ല. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ദ ഗോഡ്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനമാണ്. വചനം നമ്മോട് പറയുന്നത് ഭയപ്പെടരുതെന്നാണ്. ഭയത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് നൽകുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. മുന്നിലുള്ള ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളും വെല്ലുവിളികളും കണ്ട് പേടിക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കൈപിടിച്ച് നയിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മ ഭയം വിട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് നൽകുകയും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് പോരാട്ടമായാലും ദൈവം നമ്മോട് കൂടെയുള്ള ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നതും. പരിശുദ്ധ അമ്മ നമുക്കായി ഇടപെടുന്ന ഒരമ്മയാണ്. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരമ്മയുണ്ട് നമ്മെ താങ്ങി നിർത്തുവാൻ എന്നുള്ള ഒരു ഉറപ്പാണ് ഉടമ്പടിയിലുള്ളത്. ഓരോ വിശ്വാസ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും താങ്ങി നിർത്തിയ ഓരോ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഓരോ നിമിഷവും കേൾക്കുന്നത്. ദീപ സോമരാജനും മകൻ ഡോക്ടർ ശ്രീരാജ് സോമനാഥനും നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. MBBS ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിരുന്നു, മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിനുശേഷം ഡോക്ടർ സോമരാജ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ MBBS സ്റ്റഡി നല്ല ക്ലിയറായിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാകാനായിട്ട് സാധിച്ചു എന്നാണ്. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമുള്ളപ്പോൾ 1-ാം വർഷം ഉണ്ടായിരുന്ന ഭയങ്ങളെല്ലാം മാറി ഈശോയുടെയും അമ്മയുടെ സാന്നിധ്യത്തോടു കൂടി നല്ല മാർക്കോട് കൂടി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈ മകനിന്ന് വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മക്കൾ പറയാറുണ്ട്, ഞാൻ MBBS പഠിക്കുന്നു, ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്നു, ഞാൻ എഞ്ചിനീയറിന് പഠിക്കുന്നു, എനിക്ക് ഉടമ്പടി പാലിക്കുവാനുള്ള സമയമില്ല എന്ന്. ഈ അക്രൈസ്തവരായ മക്കളുടെ ജീവിതം MBBS പഠിത്തത്തിൻ്റെ ഇടയിലും ആ 2 ദിവസം മംഗലാപുരത്ത് നിന്ന് അവധി കിട്ടുമ്പോഴും ഓടി വരുന്നത് പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ സന്നിധിയിലേക്കാണ്. അങ്ങനെയാണ് ഈ മകന് ഉള്ള ധൈര്യമെല്ലാം അമ്മയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ മക്കൾ സമയമില്ല, എനിക്ക് തിരിച്ചു പോകണം, ഡേറ്റായി എന്നൊക്കെ പറയുമ്പോഴും ഈ മകൻ പറയുന്നത് 2 ദിവസത്തേന് അവധി വരുമ്പോഴും വീട്ടിൽ നിൽക്കാതെ ഈ അമ്മയുടെ അരികിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നതും. ഈശോയുടെയും അമ്മയുടെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്നാണ് ഈ മകൻ പ്രാർത്ഥിച്ചിരുന്നതും. ഇന്ന് ഈ മകന് അതുതന്നെയാണ് അനുഗ്രഹമായി ദൈവം നൽകിയത്. പിന്നീട് ദീപ സോമരാജൻ പറഞ്ഞത് ഷോൾഡർ പെയിൻ 7 മാസത്തോളം ഉണ്ടായിരുന്ന ഷോൾഡർ പെയിനാണ്. പല ഹോസ്പിറ്റലിലും പോയി ആയുർവേദ അലോപ്പതി ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, പക്ഷെങ്കിൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഫ്രീസായി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അവിടെയും വിശ്വാസത്തോടെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചു. ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുന്നത്. 7 മാസം പറ്റാത്ത കാര്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ ഈ മകൾക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചത്. പ്രോപ്പർട്ടി 4 വർഷത്തോളം വിൽക്കുവാനുണ്ടായിരുന്നു. അവിടെയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു, ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മുട്ടിൽ നിന്നാണ് പ്രാർത്ഥിച്ചതെന്നാണ് ദീപ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെയാണ് ഫലമണിഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുന്നത്. 4 വർഷം സാധിക്കാത്ത കാര്യം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഇടപെടുകയാണ്.
പെട്ടെന്ന് തന്നെ വിൽക്കുവാൻ സാധിക്കുകയും അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വരികയും ചെയ്യുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരിയൻ ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ്, ഒരു ഉറപ്പാണ്. ഉടമ്പടി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ജീവിതത്തിലെ ഉണ്ടാവാം, രോഗങ്ങളാവാം, ജോലി പ്രശ്നമാവാം, പഠിത്ത കാര്യങ്ങളാവാം, സ്ഥലം വിൽപ്പനയോ ഇൻ്റർവ്യൂസോ എന്ത് തന്നെയായാലും പ്രതിസന്ധികൾ എന്തൊക്കെയായാലും നമ്മെ ഒരുപക്ഷെ ഭയപ്പെടുത്താം. പക്ഷെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നാം വിശ്വസിക്കുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നാണ്. ഉടമ്പടിയുടെ ഹൃദയം അനുസരണമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് അമ്മ പറയുന്നത്. വചനത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ ദൈവമാണ് നമ്മെ നയിക്കുന്നത്. നമ്മെ ഒരിക്കലും വിട്ടുകളയാത്ത ആ സ്നേഹമുണ്ട് നമ്മുടെ കൂടെ. അമ്മയുടെ കരം പിടിച്ച് ദൈവത്തോടൊപ്പം ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യേണ്ട എന്നുമാണ് ദൈവം നമ്മോട് ഇന്ന് പറയുന്നത്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദീപ സോമരാജനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും MBBS കംപ്ലീറ്റ് ആക്കാനുള്ള ആ കൃപ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.